നല്ല ചായ. കേട്ടോ പ്രിയേ, നമ്മൾ പിടിച്ചു പിടിയാലെ നിർത്തണം. ഭർത്താവാണെന്ന് പറഞ്ഞ് നമ്മൾ മെക്കിട്ട് കയറാൻ വിടരുത്. ഞാൻ അറിഞ്ഞായിരുന്നോ? വേണ്ട ചേച്ചി പറഞ്ഞോ. എൻ്റെ അടുത്ത് വല്ലതും പറയാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കും. എന്നോട് വല്ലതും പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നോട്ടാ ഇങ്ങൊരു നോട്ടം ഒന്ന് നോക്കും. പിന്നെ ഞാൻ കാണുന്നതേ അങ്ങേര് കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതാ. എന്നോടാ അങ്ങേരുടെ വേല. കർത്താവേ, എനിക്ക് ഇനിയും ക്ഷമ തരണം. എൻ്റെ ഒറ്റ വീശിനുള്ളൂ, അതെൻ്റെ പേടി. കേൾക്കണ്ട. ചേട്ടനായിരിക്കും. ആ ഇതാര് ചേച്ചിയാ? എടി ചേച്ചിക്ക് ചായ കൊടുത്തില്ലേ? പിന്നെ കൊടുത്തു. ആ പുതിയ ക്ലാസ് ഒക്കെ കിട്ടി കാണുമല്ലോ അല്ലേ? പ്രിയ പോണേ. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ചേച്ചിയെ പറ്റിയാണ് പറയാൻ. ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് ചേച്ചി. എങ്ങനെ കുടുംബം കലക്കാന്ന് PhD എടുത്ത ആളാ. ആണോ? ആ നീ ഇനി അധികം അടുപ്പൊന്നും കാണിക്കണ്ടേട്ടാ. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. കണ്ട് 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 കണ്ണടച്ച് കിടക്കുന്ന കണ്ട് കണ്ണടച്ച് കിടക്കുന്ന കണ്ട്. അയ്യോ എഴുന്നേക്ക്. അയ്യോ 24 മണിക്കൂർ ഇങ്ങനെ കിടന്നോണം. തിന്നോ ഉറങ്ങാ ഇത് തന്നെ. ലീവുള്ള ദിവസം ഞാൻ ഇരുന്നോട്ടെ. എന്ത് ലീവ്? 24 മണിക്കൂർ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾ കാണുന്നില്ലേ? എന്നാ എന്നെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാം. ഒരെണ്ണം കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലോ. നീ എൻ്റെ മെക്കെട്ട് കയറുമോ? ഇല്ല. നീ അപ്പുറത്ത് വീട്ടിൽ വേഷം ഉണ്ടാക്കുമോ? ഇല്ല. നീ നല്ലവളാണ്, എനിക്കറിയാം. ഞാൻ ഒരു ചായ തരട്ടെ? വേണ്ട. ഉറപ്പല്ലേ? ഞാൻ ഉണ്ടാക്കാം. ഇതേ ഇത്രേ ഉള്ളോ? നീ നന്നായിക്കോളും അല്ലേ കർത്താവേ? എടാ ജോസഫേ, വാക്കുകൾ കൊണ്ടുള്ള മുറിമുണങ്ങാൻ ഭയങ്കര പ്രയാസം. നീ ചെയ്തത് തന്നെയാണ് ശരി. കർത്താവായ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഭർത്താവായ നീ എന്തോരം സഹിച്ചിട്ടുണ്ടാവും.